ശ്രീ രാജു പി നായർ, ഇവിടെ ഇപ്പോൾ നോക്കൂ, ഇന്ന് പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ കോൺഗ്രസിനെയാണ് മുഖ്യമായും ഉന്നം വെക്കുന്നത്. പഴയകാലത്തെ പാപങ്ങളൊക്കെ പുറത്ത് പ്രാണപ്രതിഷ്ഠയ്ക്ക് ഈ ട്രസ്റ്റിന്റെ ആളുകൾ വന്ന് ക്ഷണിച്ചിട്ടും കൂടി പോയില്ല. അത്രയും വിരോധമാണ് ആ ക്ഷേത്രത്തോട് നിങ്ങൾക്ക് എന്ന് പറയുമ്പോൾ അത് കൺവേ ചെയ്യുന്ന മെസ്സേജ് ഉണ്ട്. അത് നിങ്ങൾക്ക് മാത്രം ബാധകമായതല്ല, മറ്റ് ഇന്ത്യ സഖ്യത്തിലെ മറ്റു പാർട്ടികളെ കൂടി, മറ്റ് 27 പാർട്ടികളെ കൂടി അത് ഉന്നം വെക്കുന്നുണ്ട്. അഭിലാഷ്, നാക്കിന് എല്ലില്ലാത്തവർക്കും ഉത്തരവാദിത്വം ഇല്ലാത്തവർക്കും ഇരിക്കുന്ന പദവിയുടെ വില അറിയാത്തവർക്കും എന്തും പറയാം. അത് അദ്ദേഹം പറയും. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം അതാണല്ലോ, നെറികേടും അതുപോലെ തന്നെ പച്ചക്കള്ളങ്ങളും വിളിച്ചു പറയുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം. അതല്ലാതെ മനുഷ്യനെ ഒരുമിപ്പിക്കുന്ന ഒരു വാക്കും ഇന്നവരെ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് നമ്മളാരും കേട്ടിട്ടില്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന ACDSൻ്റെ സർവേ ഉൾപ്പെടെ ഉണ്ട്. ആ സർവേയിൽ ഉൾപ്പെടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നുള്ളത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്കോ അല്ലെങ്കിൽ ശ്രീ ഹരിദാസിനോ ഒന്നും മനസ്സിലാവുന്നില്ല. ഞങ്ങളുടെ ഒന്നാം നിര ഇഷ്യൂ ആണ് ക്ഷേത്രം എന്നാണ് ശ്രീ ഹരിദാസ് പറഞ്ഞത്. എന്തായാലും അദ്ദേഹം പറയുന്നത് കുറച്ച് നാൾ ജനുവരിയിൽ നമ്മൾ കേട്ട പോലെ BJPയുടെ നേതാക്കന്മാരും പ്രധാനമന്ത്രിയും ഒന്നും പറഞ്ഞ വാക്കുകളല്ല കേൾക്കുന്നത്. അന്ന് പറഞ്ഞത് അഭിലാഷ് പറഞ്ഞു ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് വിഷയമല്ല, വിശ്വാസത്തിൻ്റെ പ്രശ്നമാണെന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഹരിദാസ് പറയാണ് ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് വിഷയമാണ് എന്ന് പറയുകയാണ്. ഈ പല നിലപാടെടുക്കുന്നവർക്കും അത് പറയാൻ ഉളുപ്പില്ലാതെ പറയുന്നവർക്കും എന്തും പറയാം, ഇരിക്കട്ടെ. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ട സെറ്റ് ചെയ്തത് രാഹുൽ ഗാന്ധിയാണ്. ആ തെരഞ്ഞെടുപ്പിൽ അജണ്ട സെറ്റ് ചെയ്ത് അങ്ങനെ 2.5 മാസക്കാലം മുമ്പ് മണിപ്പൂരിൽ നിന്ന് ആരംഭിച്ച ഭാരത് ജോഡോ യാത്ര, ആ ഭാരത് ജോഡോ യാത്ര മുന്നോട്ട് വെച്ചത് സാമ്പത്തിക നീതിയുടെയും സാമൂഹിക നീതിയുടെയും രാഷ്ട്രീയമാണ്. എങ്ങനെയാണ് കഴിഞ്ഞ 10 വർഷം BJPയുടെയും RSSൻ്റെയും ആശയം ഈ രാജ്യത്ത് പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്ക്, യുവാക്കൾക്ക്, വനിതകൾക്കുൾപ്പെടെ സാമ്പത്തിക നീതി നിഷേധിച്ചത് എന്നുള്ളതാണ് പറഞ്ഞത്. എങ്ങനെയാണ് ആദിവാസികൾക്ക്, ദളിതർക്ക് ഉൾപ്പെടെയുള്ള പിന്നോക്ക വിഭാഗക്കാർക്ക് എങ്ങനെയാണ് സാമൂഹിക നീതി നിഷേധിച്ചത് എന്നുള്ളതാണ് പറഞ്ഞത്. ആ അജണ്ടയാണ് ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടി സെറ്റ് ചെയ്തത്. അന്ന് ഞങ്ങൾ പറഞ്ഞു ഈ ഭാരത് ജോഡോ ന്യായ യാത്രയ്ക്ക് കിട്ടുന്ന പിന്തുണ ആ രാഷ്ട്രീയത്തിന് കൂടുതൽ ശ്രദ്ധ ലഭിക്കുന്നതിൻ്റെയും പിന്തുണ ലഭിക്കുന്നതിൻ്റെയും സൂചനയാണെന്ന്. അത് അക്ഷരം പ്രതി ശരിയാണെന്ന് വരുത്തുന്നതാണ് CDSൻ്റെ സർവേ പുറത്തു വന്നിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിലെ അവസാനത്തെ റിസൾട്ടാണെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ ഈ സാമൂഹിക നീതിയുടെയും സാമ്പത്തിക നീതിയുടെയും രാഷ്ട്രീയം BJPക്ക് മറുപടി പറയാൻ കഴിയാത്തതാണ് എന്ന് വരുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിനെ വർഗീയമാക്കാൻ വേണ്ടി നിരന്തരമായി BJP ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർ അഭിമാന പദ്ധതികളായി പറഞ്ഞിരുന്ന എന്തിനെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ പറയുന്നുണ്ടോ? ഇവർ പറഞ്ഞിരുന്ന ഡിമോണിറ്റൈസേഷൻ, നോട്ട് നിരോധനം ഇവരുടെ അഭിമാനമായിരുന്നു. പറയുന്നുണ്ടോ? പറയുന്നില്ല. അഗ്നിവീർ പറയുന്നുണ്ടോ? പറയുന്നില്ല. അഗ്നിവീറിന് എന്തായിരുന്നു ഇവരുടെ അവകാശവാദം? ഞാൻ ആ യാത്രയിൽ മുഴുവൻ സമയം പങ്കാളിയായിരുന്ന ആളാണ്, വളരെ കുറച്ച് ദിവസങ്ങൾ ഒഴിച്ച്. ആ പോകുന്ന വഴികളിൽ മുഴുവൻ യുവാക്കൾ വന്ന് അഗ്നിവീറിലൂടെ അവർ ചതിക്കപ്പെട്ട കഥകളായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ രാജ്യത്തിൻ്റെ മുഴുവൻ പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്ക് ചെറുപ്പക്കാർക്ക് ജോലി ലഭിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. കേന്ദ്ര സർക്കാരിൽ 30 ലക്ഷം വാക്കൻസികൾ ഇന്നും ഒഴിഞ്ഞു കിടക്കുകയാണ്. യുവാക്കൾക്ക് ജോലിയില്ല. 46 വർഷത്തെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മ നിലനിൽക്കുന്ന സമയമാണ്. അവർക്ക് ജോലി കൊടുക്കുന്നില്ല. 30 ലക്ഷം. നരേന്ദ്രമോദിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഒരിക്കലെങ്കിലും ഈ സാമ്പത്തിക നീതിയെയും സാമൂഹിക നീതിയെ കുറിച്ച് സംസാരിക്കാൻ ആർജവമുണ്ടോ, ധൈര്യമുണ്ടോ? നിങ്ങൾക്ക് പറയില്ല. കാരണം നിങ്ങളുടെ റെക്കോർഡ് അതിനകത്ത് ഏറ്റവും മോശമാണ്.